ഹലോ നമസ്കാരം. അന്നോസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എങ്ങനെയുണ്ട് എന്റെ മൂന്നാമത്തെ ദിവസത്തെ ലുക്ക്? ഇഷ്ടപ്പെട്ടോ? വളരെ സിമ്പിൾ ആണെന്ന് തോന്നൂല, എന്നാൽ ഒട്ടും അധികം ഓവർ ഗ്രാൻഡും അല്ല. മിഡിലിൽ നിൽക്കുന്ന ഒരു അടിപൊളി ധാവണി ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട്? കൊള്ളാമോ? അതിന്റെ കൂടെ തന്നെ ഞാൻ പാർ ചെയ്തിട്ടുള്ളത് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള നെക്കീസും അതിന്റെ കൂടെ മാച്ചിങ് ആയിട്ടുള്ള ബാംഗിൾസും ആണ്. ബാംഗിൾസ് ഞാൻ ദുപ്പട്ടക്കും ബ്ലൗസിനും മാച്ചിങ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. പക്ഷെ നെക്ക് പീസ് ഞാൻ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ട് പിടിച്ചതാ. അതല്ലേ ഒരു വെറൈറ്റി വൈബ് കിട്ടുക. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റ്? അതുപോലെ തന്നെ തനി നാടനാണെന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഹാരം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്റെ മുടിയെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് അറിയുന്നോണ്ട് പിന്നെ പ്രശ്നമില്ല, ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, കറക്റ്റ് എന്റെ മുടിയാന്ന് വിചാരിച്ചോട്ടെ എന്ന്. അതിന്റെ കൂടെ മുല്ലപ്പൂ ഒക്കെ സെറ്റ് ചെയ്ത് പക്ക ഒരു മലയാളി തനിമയുള്ള നാടൻ പെൺകുട്ടീന്റെ ലുക്കായിട്ടോ ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കോളേജിന്റെ ഓണം സെലിബ്രേഷനും ഓഫീസ് ഓണം സെലിബ്രേഷനും വേണ്ടി സ്കൂൾ ഓണം സെലിബ്രേഷനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി നാടൻ ലുക്ക് തന്നെയാണ്. നല്ല വൈബില്ലേ ഈ ഒരു ലുക്ക് കാണാൻ തന്നെ? പക്ക ഒരു മലയാളി തെരുമയില്ലേ, തനിമയില്ലേ? ഇഷ്ടപ്പെട്ടിട്ട് കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ ഇത് ബൈ ദ വേ ഞാൻ ഇത് പൂ പറിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ പൂക്കളെ റെഡിയാക്കണ്ടേ നമുക്ക്? ഞാൻ എന്റെ പൂക്കളം ഈ വീഡിയോന്റെ കൂടെ തന്നെ ഷോർട്സിൽ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ കാണാറുണ്ടോ? കാണാറുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ കമന്റ്സില്. ചെറിയൊരു കോൾഡിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് തന്നെ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു ഹെച്ചി ടോൺ ഉണ്ടാവും. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. പിന്നെ എങ്ങനെയുണ്ട് എന്റെ ഔട്ട്ഫിറ്റ്? എത്ര മാർക്ക് കൊടുക്കാൻ 10ൽ ഈ ഔട്ട്ഫിറ്റിന്? അതുപോലെ ഇന്നേക്ക് മൂന്നാമത്തെ ദിവസത്തെ ഔട്ട്ഫിറ്റ് ആയത്. നിങ്ങൾക്ക് ഈ 3 ദിവസത്തിൽ ഏത് ഔട്ട്ഫിറ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായെന്ന് കമന്റിൽ പറയണം കേട്ടോ. അതുപോലെ നമ്മളെ ഓണം കളക്ഷനിൽ ഏത് കളക്ഷൻ ആണെന്നുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞാൽ മതി ഇഷ്ടമായത്. അതുപോലെ നിങ്ങൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പഴേ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മളെ ഓണം കളക്ഷൻ കാണാൻ പറ്റുള്ളൂ. കാണണ്ടേ നിങ്ങൾക്ക് നമ്മളെ ഓണം കളക്ഷൻ? എങ്ങനെയൊക്കെ നമുക്ക് ഡ്രസ് ചെയ്യാം ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്, അതായത് ഓണം സെലിബ്രേഷനും ഓണത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് ഓണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്താ മനസ്സിൽ ഓർമ്മ വരുന്നത്? എന്ത് കാര്യമാണ്? ഇപ്പൊ ചിലയാൾക്ക് കൂടുന്നതായിരിക്കാം, ചിലയാൾക്ക് കളിക്കുന്നതായിരിക്കാം, വെക്കേഷനൊക്കെ ആയിരിക്കാം, ചിലയാൾക്ക് സദ്യ ആയിരിക്കാം, ചിലയാൾക്ക് പായസമായിരിക്കാം. അങ്ങനെ പല പല ഓർമ്മകളാണ് നമുക്ക് ഓണത്തിന് ബേസ് ചെയ്തിട്ടുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് എപ്പോഴും നമ്മളെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ഓണത്തിനെ പറ്റി പറയുമ്പോൾ അല്ലേ? അപ്പൊ നിങ്ങളെ മനസ്സിൽ ഫസ്റ്റ് ഓണം എന്ന് കേൾക്കുമ്പോൾ വരുന്ന ഓർമ്മ എന്താണെന്ന് എന്നോട് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കമന്റിൽ പറയണം കേട്ടോ. ഞാൻ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഓർമ്മ എന്താന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓണം ലുക്ക് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും നല്ലൊരു ഓണം ലുക്കുമായിട്ട് അത്തം മുതൽ തിരുവോണം വരെയുള്ള സീരീസ് സീസൺ 2 നാളെ കാണാം പുതിയ ലുക്കുമായിട്ട്. ബൈ ബൈ.